ഇന്നത്തതും റെക്കോർഡിംഗ് ആണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ റെക്കോർഡ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ ശ്രമിച്ചിട്ടും അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. റൈറ്റ്. ദെൻ ഐ തോട്ട് മേ ബി കുറെ തവണ ശ്രമിച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ കഴിയാഞ്ഞപ്പോ ഞാൻ കരുതി ഓക്കെ എന്നാ പിന്നെ വിട്ടേക്കാം എന്ന് കരുതി. കാരണം കഴിഞ്ഞ ആഴ്ച കുറെ പാട്ടൊക്കെ പാടി ആ പാട്ടിന് കുറെ എക്സ്പ്ലനേഷൻ ഒക്കെ തന്ന് ആ എക്സ്പ്ലനേഷൻ എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും സൂമിന് പോലും സഹിക്കാൻ പറ്റാണ്ടായി. അതുകൊണ്ടായിരിക്കും. റൈറ്റ്. എന്റെ പാട്ട് കേട്ടിട്ട് സൂം പോലും വിഷമിച്ചു പോയിട്ടുണ്ടാവും. ആദ്യമായിട്ട് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആർക്കെങ്കിലും ആക്സസിനെ കുറിച്ചോ ആക്സസ് ബാസിനെ കുറിച്ചോ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ഇതൊരു അവസരമായിട്ട് കണ്ട് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് കൂടി ഉള്ളതാണ് ബുധനാഴ്ചയുള്ള വെനസ്ഡേ വെബിനാർസ്. ഓക്കെ, സോ നിങ്ങൾക്കുള്ള എന്ത് സംശയങ്ങളും ചോദിക്കാം പ്ലീസ്. മാം ചോദിക്കാം. ആക്സസ് ബാറിനെ കുറിച്ച് എനിക്ക് കുറച്ച് അറിവുണ്ട്. എന്നിരുന്നാലും ഫേസ് ലിഫ്റ്റിംഗ് എന്താണെന്ന് അറിയണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഓക്കെ, ആക്സസ് ബാറിനെ കുറിച്ച് സാറിന് എന്തറിയാമെന്നൊന്ന് പറയാമോ? ആക്സസ് ബാറിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ എനർജീനെ നമ്മളെ മനസ്സുകൊണ്ട് കൺട്രോൾ ചെയ്ത് നമ്മളിലേക്ക് വരുത്തിച്ചും മറ്റുള്ളവരേക്ക് നൽകുന്ന ഒരു വിദ്യ. സർ ആക്സസ് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, ആക്സസ് ബാസ് ആക്ച്വലി അതല്ല. ആക്സസ് ബാസ് എന്ന് പറയുന്നത് ഒരുപാട് ആഴത്തിൽ നമ്മെ കുറിച്ച് അറിയുന്ന ഒരു അറിവാണ്. കോൺഷ്യസ്നെസ് ആണ്. അറിവല്ല, അറിവ് നോളജ് ആണ്. കോൺഷ്യസ്നെസ് ബോധാണ്. അപ്പോ ഒരുപാട് ആഴങ്ങളിൽ നമ്മയും നമ്മുടെ ജീവിതത്തെയും ഒക്കെ ബന്ധപ്പെടുന്ന എന്താ പറയാ അതിപ്രാധാന്യമുള്ള ഒരു ക്ലാസ് ആണ് ആക്സസ് ബാസ്. ആ ബേസിക് ക്ലാസ് തന്നെയും നമ്മുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലോട്ട് വളരെയധികം ഉയരത്തിലോട്ട് ഉയർത്തുന്നതാണ് ആക്സസിലെ ബേസിക് ആയിട്ടുള്ള ആക്സസ് ബാസ് ക്ലാസ്. അങ്ങനെ ഒരുപാട് ലിമിറ്റേഷൻസിൽ ജീവിക്കുന്നത് നമ്മളെല്ലാവരും ധാരാളം ലിമിറ്റേഷൻസിലാണ് ജീവിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ ചുറ്റിനും ആരോട് ചോദിച്ചാലും പറയും ഈ ഭൂമിയിലെ ജീവിതം പ്രയാസങ്ങളും ദുരിതങ്ങളും നിറഞ്ഞതാണ് എന്നാണ് നമ്മൾ വിശ്വസിച്ചിരിക്കുന്നതും. അങ്ങനെയാണ്, ആ വിശ്വാസപ്രകാരമാണ് നമ്മൾ എല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് വിഭിന്നമായ സിദ്ധാന്തവും അതോടൊപ്പം തന്നെ ആ സിദ്ധാന്തത്തിന് അനുയോജ്യമായി ജീവിക്കാൻ സഹായിക്കുന്ന വിദ്യകളും ഒക്കെ അടങ്ങുന്നതാണ് CPH201. ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ഓക്കെ, അങ്ങനെ ഒരുപാട് അറിവുകളും നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഉന്നതമായ തലത്തിൽ തന്നെ ജീവിക്കാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്ന വിദ്യകളും അറിവും ബോധവും ഒക്കെ അടങ്ങുന്നത് തന്നെയാണ് ബേസിക് ക്ലാസ് പോലും. ആക്സസ് ബാസിലെ ബേസിക് ക്ലാസ് പോലും 1-2 ദിവസം കൊണ്ട് അങ്ങനെ പഠിച്ചു തീരാൻ കഴിയുന്നതോ ജീവിതത്തിൽ പഠിച്ച ഉടനെ തന്നെ നമുക്കത് അങ്ങ് ഗ്രഹിക്കാൻ കഴിയുന്നതോ അല്ല. അതിലപ്പുറം ആഴത്തിലുള്ള ബോധമിരിക്കുന്ന ഒരു ക്ലാസ് ആണ് ആക്സസ് ബാസ് ക്ലാസ്. എന്നാൽ അതിനും ഉപരി കുറെ കൂടെ ആഴത്തിൽ നമ്മുടെ എവിടെയൊക്കെയാണോ നമ്മൾ ലിമിറ്റഡ് ആയി പോയിരിക്കുന്നത്, ആ ലിമിറ്റേഷൻ മീൻസ് ലൈക്ക് എവിടെയൊക്കെയാണോ നമ്മുടെ ജീവിതം ചുരുങ്ങിപ്പോയിരിക്കുന്നത്, ആ ചുരുങ്ങിപ്പോയ സ്ഥലങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വിടുവിക്കുന്ന തരത്തില് വീണ്ടും തീവ്രമായ ബോധവും ഒക്കെ അടങ്ങുന്ന പ്രോസസ്സുകളും ഒക്കെ അടങ്ങുന്നതാണ് ആക്സസ് ഫേസ് ലിഫ്റ്റ് ക്ലാസ്. ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല എന്ന് കരുതുന്ന പല മേഖലകളിൽ പോലും മാറ്റം വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്രത്തോളം ബോധം അടങ്ങുന്നതാണ് ക്ലാസ്. തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുള്ളത് തന്നെയാണ് ആക്സസ് ബാസ് ക്ലാസ്സും. ആൻഡ് അതോടൊപ്പം ആക്സസ് ബാസ് ക്ലാസ് ആക്ച്വലി ആക്സസ് ഫേസ് ലിഫ്റ്റ് നമുക്ക് ആക്സസ് ബാർസ് പഠിക്കാതെ തന്നെ പഠിക്കാൻ കഴിയുമെങ്കിലും ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്തത് ആക്സസ് ബാസ് പഠിച്ചതിന് ശേഷം
ഫേസ് ലിഫ്റ്റ് ക്ലാസ്സുകളിലോട്ട് കടക്കുക എന്നാണ് എൻ്റെ ഒരു റെക്കമെൻഡേഷൻ. കാരണം ആ ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയും നമുക്ക് അത്യാവശ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് എനിക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയുക. ഫോർ എക്സാമ്പിൾ, പാശ്ചാത്യ ദേശത്തെ ഡേവിഡ് ഹ്യൂം എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം പറഞ്ഞത് മനുഷ്യരാരും ആനന്ദത്തെ അന്വേഷിക്കുന്നില്ല എന്നാണ്. ഒരു മനുഷ്യനും ആനന്ദത്തെ അന്വേഷിക്കുന്നില്ല. നോബഡി വാണ്ട്സ് ഹാപ്പിനെസ്. എല്ലാവരും അന്വേഷിക്കുന്നത് എനിക്ക് വീട്, എനിക്ക് സ്വത്തുക്കള്, എനിക്ക് പണം, എനിക്ക് കാറ്, എനിക്ക് പദവി, എനിക്ക് ജോലി, ഇതൊക്കെയാണ് മനുഷ്യരെല്ലാവരും അന്വേഷിക്കുന്നത്. ആരെങ്കിലും ആനന്ദത്തെ അന്വേഷിച്ചിരുന്നുവെങ്കിൽ കണ്ടെത്താൻ സാധിക്കുമായിരുന്നു. കാരണം ആ ആനന്ദം നമ്മൾ എല്ലാവരുടെയും ഉള്ളിൽ തന്നെ ഉള്ളതാണ്. ആ ആനന്ദത്തെ കണ്ടെത്താനായി സഹായിക്കുന്ന, നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആനന്ദത്തെ തൊട്ടുണർത്താനായിട്ടും, കാരണം അത് നമ്മുടെ അസ്തിത്വമാണ്. ആനന്ദം, അൾട്ടിമേറ്റ്ലി ആ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മ അംശം എന്ന് പറയുന്നത് നമ്മുടെ അസ്തിത്വമാണ്. വി ഹാവ് ഇറ്റ് ഇൻസൈഡ് അസ്. നമ്മുടെ ഉള്ളിൽ അതുണ്ട്. ആ ഉള്ളിലുള്ളതിനെ നോക്കാൻ മാത്രമാണ് നമുക്ക് സാധിക്കാതെ പോകുന്നത്. ആ ഉള്ളിലുള്ളതിനെ കാണാനും തൊടാനും തൊട്ടുണർത്താനും സഹായിക്കുന്നതാണ് ആക്സസിലെ ഓരോ ക്ലാസ്സുകൾ. ഇതാണ് സർ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കുന്നത്. സാറിന്റെ ചോദ്യത്തിന് എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ആയോ എന്ന് എനിക്ക് അറിയില്ല. മാം ഇത് ഓൺലൈൻ ക്ലാസ് അല്ലേ? ഓക്കെ, ഷുവർ ആയിട്ടും. താങ്ക് യു. ഓൺലൈനിൽ പഠിപ്പിക്കാൻ കഴിയില്ല മാഡം. ആക്ച്വലി കൊറോണ സമയത്ത് മാത്രമാണ്, കൊറോണ കാലഘട്ടത്തിൽ മാത്രമാണ് ഓൺലൈനായിട്ട് പഠിപ്പിക്കാനായിട്ട് അനുവാദം കൊടുത്തിരുന്നത്. പക്ഷെ തീർച്ചയായിട്ടും നമ്മള് ഓഫ്ലൈനിൽ വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഗുണമാവുള്ളൂ. ഓഫ്ലൈനിൽ പഠിച്ചാലും ഓൺലൈനിൽ പഠിച്ചാലും നമ്മൾ ഒരേ ഫീസ് കൊടുക്കേണ്ടി വരുമെങ്കിലും എന്തിനാണ് നമ്മുടെ ജീവിതത്തെ ഒരു ഇതേ ക്ലാസ് തന്നെ നമ്മൾ ആക്ച്വലി ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിൽ ഇരുന്നിട്ടാണ് നമ്മൾ ഇതിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥതലവും ആ രീതികളും ഒക്കെ വ്യത്യസ്തമായിരിക്കും. ഓക്കെ, അതിനെ മനസ്സിലാക്കുന്ന രീതിയും സംസാരിക്കുന്ന രീതി. ഇപ്പൊ പലപ്പോഴും പലരും ഇപ്പൊ തന്നെ നിങ്ങൾ ഈ ഗ്രിഡ് വ്യൂവിലൂടെ നോക്കിക്കഴിഞ്ഞാല് കാണാൻ കഴിയും, പലരും തങ്ങളുടെ ഫേസ് ഒക്കെ മറച്ചിട്ടാണ്, ക്യാമറ ഓഫ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. എനിക്ക് എന്റെ ക്ലാസ് കേൾക്കാനിരിക്കുന്നവരെ, ലൈവായിട്ട് കേൾക്കാനിരിക്കുന്നവരുടെ മുഖം പോലെ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ചിലരൊക്കെ ആണെങ്കിലോ പേര് പോലും വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലാതെയാണ് പലരും ഇരിക്കുന്നത്. ഓക്കെ, തങ്ങളുടെ പേരുകൾ പോലും they are not interested to reveal. എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് ഒരറിവ് ഇത്രത്തോളം മീൻസ് നമ്മളെ തന്നെ ഹൈഡ് ചെയ്തിട്ട്, നമ്മളെ തന്നെ ഒളിച്ചു വെച്ചിട്ട് എങ്ങനെയാണ് ഒരു വ്യക്തിയിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് സ്വീകരിക്കാനായിട്ട് കഴിയുക? അത് സ്വയം ഒന്ന് ആലോചിക്കുക. അതുകൊണ്ട് തന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് ഈ ക്ലാസ്സുകൾക്ക്, ആക്സസ് പോലുള്ള ക്ലാസ്സുകൾക്ക് ഏറ്റവും ക്ലാസ് ആണോ മാം? എന്താണ് മാഡം? എത്ര ദിവസത്തെ ക്ലാസ് ആണിത്? വേൾഡ് വൈഡ് 1 day ക്ലാസ് ആണ്. ഞാൻ ആക്ച്വലി 2 days 2 long days ആയിട്ടാണ്, 2 long half days ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. അതാണോ മാം അടുത്ത മാസം കാലിക്കറ്റിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞത്? അതെ, കാലിക്കറ്റില് അടുത്ത മാസം ക്ലാസ് ഉണ്ട്. അതിന് ജോയിൻ ചെയ്യാൻ എന്താ രജിസ്റ്റർ ചെയ്താൽ മതി. എന്നിട്ട് എനിക്ക് കാലിക്കറ്റിലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ മലപ്പുറത്താണ്. അപ്പൊ കാലിക്കറ്റ് വരുന്ന സമയത്ത് എനിക്കുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വരുന്ന റൂട്ട് ഒന്ന് പറഞ്ഞു തന്നാല് ഇതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട്. എനിക്ക് വാട്സാപ്പിൽ എനിക്ക് അയച്ചാൽ മതി. ആരോ റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എനിക്ക് എന്റെ എക്കോ കേൾക്കാൻ കഴിയുന്നത്. ഫൈൻ, അത് ആക്ച്വലി മറ്റു ഡീറ്റെയിൽസ് ഒക്കെ വാട്സാപ്പിൽ ചോദിക്കാം മാഡം. അത് ഞാൻ ആക്ച്വലി എവിടെയാണ് ക്ലാസ് നടക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അറിയിക്കാം. അല്ലാതെ ആക്സസ് കോൺഷ്യസ്നസിനെ കുറിച്ചോ ബാർസിനെ കുറിച്ചോ മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒരു സംശയം ചോദിക്കും സർ. ഏറ്റവും മിനിമം ചോദിക്കും സർ. ആക്സസ് പഠിക്കാൻ വേണ്ടിട്ട് ഏറ്റവും ചെറിയ പ്രായപരിധി എത്രയാ വരുന്നത്?
5 വയസ്സുള്ള കുട്ടികളും ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട്. ഓക്കെ. 5 വയസ്സുള്ള ഞാൻ കുട്ടികൾ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട്. ഫസ്റ്റ് ക്ലാസ്സിൽ പങ്കെടുക്കുകയാണെങ്കിൽ മോളേനും കൂടി ഒപ്പം കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ചോദിച്ചത്. തീർച്ചയായിട്ടും. സത്യത്തില് ഓരോ ക്ലാസ്സും ഭയങ്കര അത്ഭുതകരമാണ്. കാരണം മുതിർന്നവരോട് ചോദിക്കുമ്പോ അവർക്കറിയാത്ത ഉത്തരങ്ങൾ കൊച്ചു മക്കളിരുന്ന് പറയുന്നത് കേൾക്കാം. ഓക്കെ. ആരാണ് നിങ്ങളെന്ന് അതെ. ചോദിച്ചപ്പോ ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി പറഞ്ഞത് ഞാൻ ആത്മാവാണെന്നാണ്. ഐ വാസ് ലൈക്ക് ഓ വാവ്. ബിക്കോസ് മുതിർന്നവർക്ക് ഒരുപക്ഷെ ഞാൻ ആരാ ഞാൻ എന്ന് ചിന്തിക്കുന്ന സമയത്ത് കൊച്ചുമക്കൾ കുറച്ചും കൂടി ദേ ആർ അറ്റ് ദി പ്രസന്റ് മൊമെന്റ്. അവർ ശരിക്കും പ്രസന്റ് മൊമെന്റിൽ ജീവിക്കുന്നവരാണ്. ഒരുപക്ഷെ നമ്മളെക്കാൾ അറിവും വിവേകവും ഉള്ളവരാണ് അവരെന്ന് ഒരുപക്ഷെ നമുക്ക് പറയേണ്ടി വരും. റൈറ്റ്. അതുകൊണ്ട് കൊച്ചുകുട്ടികളെയൊന്നും അവർ ബുദ്ധിയില്ലാത്തവരാണ് എന്ന് കരുതി നമുക്ക് ആക്സസ് ക്ലാസ്സുകളൊക്കെ ഈവൻ 5 ഇയേഴ്സിലുള്ള കുട്ടികൾ വരാറുണ്ട്, 10 വയസ്സ് വരാറുണ്ട്. പ്രായപരിധി ഇല്ല ശരിക്കും. ഏത് പ്രായത്തിലുള്ളവർക്കും വരാം. ഓക്കെ, ശരി. 16 വയസ്സുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. പാരന്റ്സിനോടൊപ്പം വരുന്ന ഏത് കുട്ടികൾക്കും 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ദെൻ 16 മുതൽ ആക്ച്വലി 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഹാഫ് ഫീസ് ആണ് എപ്പോഴും ഉണ്ടാവുക. ബാക്കിയുള്ളവർക്കാണ് ഫുൾ ഫീസ് ഉണ്ടാവുക. അത് ഏത് ക്ലാസ്സും, ഫേസ് ലിഫ്റ്റ് ക്ലാസ് ആയിരുന്നാലും ആക്സസ് ഫൗണ്ടേഷൻ ക്ലാസ് ആയിരുന്നാലും എല്ലാം തന്നെ അങ്ങനെയാണ്. ഓക്കെ, ശരി. വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാൻ? ആക്സസിനെ കുറിച്ച് അറിയാൻ താല്പര്യമുള്ള വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ചോദിക്കാൻ? മാം ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ മാഡം. ഞാൻ എന്റെ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് എന്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ അറിയുന്നത് ഇത്. അപ്പൊ ഞാൻ മാമിന്റെ അടുത്ത് എനിക്കിങ്ങനെ നാട്ടിൽ വരാൻ ചാൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാമിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഒരു ലേഡിയുടെ നമ്പർ തന്നിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആക്സസ് ബാർ. അപ്പൊ എനിക്ക് അന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എന്റെ ചൈൽഡ്ഹുഡ് പോയിട്ട് എന്താ പറയാ വാട്ടർ തീം പാർക്കിലൊക്കെ പോയിട്ട് ഭയങ്കരമായിട്ട് കളിച്ച് ആ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇവിടെ ഫെസിലിറ്റേറ്റർ എന്ന് പറയുന്നത് അറബ്സ് മാത്രമേ ഉള്ളൂ. മലയാളീസ് ആരും മാമിന് അറിയോ നമ്മളെ ഫെസിലിറ്റേറ്റർ ആക്കി തരാൻ പറ്റുന്ന മാം ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ ഫെസിലിറ്റേറ്റേഴ്സും നല്ലവർ തന്നെയാണ്. അറബ്സ് അല്ലാണ്ട് നമുക്ക് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട്. കുറച്ചുകൂടി അപ്പൊ നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഫെസിലിറ്റേറ്റേഴ്സ് ആണോ? അല്ല, എനിക്ക് ഫെസിലിറ്റേറ്റർ എന്താണ് മാഡം ഒന്നുകൂടെ ചോദിച്ചു? അവര് ഫെസിലിറ്റേറ്റർ ആണ്, പക്ഷെ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നമ്മളെ ഫെസിലിറ്റേറ്റർ ആക്കി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മാഡത്തിന് ഫെസിലിറ്റേറ്റർ ആക്കണമെങ്കിൽ മാഡം 3 പേരിൽ നിന്ന് ആക്സസ് കോൺഷ്യസ്നസ് പഠിക്കണം. 3 ഡിഫറെന്റ് വ്യക്തികളിൽ നിന്ന് പഠിക്കണം. ഓ, അങ്ങനെയുണ്ട്. അതെ. അങ്ങനെ 3 പേരിൽ നിന്ന് ആക്സസ് ബാസ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ 1 ഇയറിന്റെ ലൈസൻസ് ഫീസും കൂടെ നമ്മൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സസിന്റെ ഫെസിലിറ്റേറ്റർ ആകാം. അപ്പോ പിന്നെ ഞാൻ അറബ്സ് ആയതുകൊണ്ട് ഞാൻ EFTയുടെ അഡ്വാൻസ് ചെയ്ത ആളായിരുന്നു. അപ്പൊ അതിൽ ഭയങ്കര ട്രോമാസ് എന്റെ ഇളകിയതുകൊണ്ട് എനിക്കൊരു പേടി ഇതും ചെയ്ത് ഞാൻ ആകെപ്പാടെ എന്തേലും ആയി പോവോന്നുള്ള ആ ഒരു ടെൻഷൻ. അപ്പൊ അങ്ങനെ എന്തേലും വരുമോ? ട്രോമാസ് എങ്ങാനും ഇളകാൻ ചാൻസ് ഉണ്ടോ? എന്നെ കണ്ടിട്ട് ട്രോമ ഇളകിയ ഒരു വ്യക്തി പോലെയാണോ തോന്നുന്നത്? ഇല്ല, തോന്നുന്നില്ല. പക്ഷെ എനിക്ക് ആ ഒരു പേടി മീൻസ് നമ്മൾ എന്തായാലും ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുന്നതാണല്ലോ. അപ്പൊ അതിങ്ങനെ പേടിയിട്ടില്ല മാഡം, ചെയ്യണ്ട. ഇവിടെ ആക്ച്വലി ആക്സസ് പഠിച്ചവരെല്ലാവരും ഇരിപ്പുണ്ട് ഈ കോളിനകത്ത്. ഓക്കെ. ആൻഡ് വേൾഡ് വൈഡ് അനേകം മിക്കവാറും 174 ടു ഇപ്പോ 190 കൺട്രീസിൽ പോലും പല ദേശത്തും ആൾക്കാര് ആക്സസ് ബാസ് ഒക്കെ ചെയ്യുന്നവരാണ്. ഓക്കെ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, കഴിഞ്ഞ 30 വർഷമായിട്ട് ഉള്ളൊരു കാര്യം കൂടിയാണ്. റൈറ്റ്. അപ്പൊ അങ്ങനെ ട്രോമാസ് ഇളകുക മീൻസ് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ട്രോമാസ് ഉണ്ടെങ്കിൽ അത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും സെൽസ് മോശമായിട്ടുള്ളത് ഉണ്ടെങ്കിൽ ആ സെൽസ് എപ്പോഴും അവിടെ ഇരിക്കുന്നതാണോ നല്ലത് അതോ അത് ഇളകി പോകുന്നതാണോ നല്ലത്? പോകുന്നതാണ് ബെസ്റ്റ്. അപ്പൊ നിങ്ങളുടെ ചോയ്സ് ആണ് അത് എപ്പോഴും കൈവച്ചേക്കണോ ഓർ അത് കളയണമോ എന്നുള്ളത്. എന്നാൽ ആക്സസ് കോൺഷ്യസ്നസ് പരിശീലിച്ചു കഴിഞ്ഞാൽ ഓർ അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈലിലോട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ സന്തോഷമാണ്, സമാധാനമാണ് ഗ്യാരണ്ടീഡ് ആയിട്ട് തരാൻ പറ്റുക. കാരണം അങ്ങനെയാണ് പലരുടെയും ലൈഫിൽ അനുഭവപ്പെടുന്നത്.
അതുകൊണ്ടാണ് ഓക്കെ. ജനങ്ങൾ വീണ്ടും 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 ഈ ആക്സസ് കോൺഷ്യസ്നസ് പഠിക്കാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പോയിക്കൊണ്ടേയിരിക്കുന്നത്. സമാധാനം, സന്തോഷം സ്ഥായിയായി നമ്മുടെ ഉള്ളിൽ അസ്തിത്വത്തെ തൊടുവാനായിട്ടാണ് ജനങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു മാം. കാറ് കിട്ടണോ, വീട് കിട്ടണോ, ജോലി കിട്ടണോ, വീണ്ടും വീണ്ടും ഓരോരോ പരീക്ഷകൾ അത് ഇതെല്ലാം വിജയിച്ചാലും എത്ര എത്ര ശ്രമിച്ചിട്ടും കിട്ടാത്തൊരു സാധനമുണ്ട് ഉള്ളിൽ, പീസ്, സമാധാനം, സത്യം, സന്തോഷം. സത്യം. അപ്പൊ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് മനുഷ്യൻ നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു അനുഭവം പറയാം, മാഡത്തിനോടായിട്ടല്ല എല്ലാവരോടുമായിട്ട്. കൊറോണ സമയത്ത് ആക്ച്വലി കൊറോണ കാലഘട്ടത്തില് ഒരു വാട്സാപ്പ് മെസ്സേജ് പോലെ വന്നതാണ്. അതൊരു യാഥാർത്ഥ്യം കൂടിയായിരുന്നു. അപ്പൊ ഇദ്ദേഹം നമ്പർ 1 ആകാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. മീൻസ് നമ്മളെല്ലാവരും അങ്ങനെയാണല്ലോ. നമ്മുടെ കുട്ടികൾ ഏറ്റവും ഫസ്റ്റ് മാർക്ക് വാങ്ങണം, ദ ബെസ്റ്റ് മാർക്ക് വാങ്ങണം, ഫസ്റ്റ് റാങ്ക് വാങ്ങണം, ദ ബെസ്റ്റ് ആയിരിക്കണം. അങ്ങനെയാണല്ലോ നമ്മളും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് ആകണം, ഫസ്റ്റ് ആകണം, ഫസ്റ്റ് ആകണം. ഈ മനുഷ്യൻ, ഈ വ്യക്തി ആക്ച്വലി ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും ഫസ്റ്റ് ഫസ്റ്റ് ഫസ്റ്റ്. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് വന്നു. ഏറ്റവും ബെസ്റ്റ് ജോലി, ജോലിയിൽ തന്നെയും ഏറ്റവും ഉയർന്ന പദവി, അങ്ങനെ എല്ലാം ബെസ്റ്റ് 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 ആയിട്ട് തന്നെ ചൂസ് ചെയ്യുന്ന ഒരു പാറ്റേണിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് കൊറോണ ആയപ്പോഴത്തേക്കും പെട്ടെന്ന് തന്റെ ജോലി നഷ്ടപ്പെടും. ജീവിതത്തിൽ തോൽവി എന്നുള്ളത് എന്താണ്, മീൻസ് അതൊരു വലിയൊരു തോൽവിയായിട്ടാണ് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. അദ്ദേഹം ആക്ച്വലി ആ ചെറിയൊരു കാര്യം, ഒരു ജോലി നഷ്ടപ്പെട്ട ഒരു അവസ്ഥയെ പോലും താങ്ങാൻ കഴിയാതെ അപമാനിതനായി അദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഇത് വാട്സാപ്പിൽ വായിച്ചിട്ടുള്ളൊരു ന്യൂസ് ആണ്. സോ ഈ നമ്മുടെ ലൈഫും ആലോചിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മൾ ആക്ച്വലി ദ ബെസ്റ്റ് ദ ബെസ്റ്റ് ദ ബെസ്റ്റ് എന്ന് പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എല്ലാവരെക്കാളും മുന്നിലെത്തണം, എനിക്ക് അവരെക്കാൾ മുന്നിലെത്തണം. അങ്ങനെ കഷ്ടപ്പെട്ട് ഓടി ഏതെങ്കിലും ഒരു സൈഡിൽ എത്തുമ്പോഴത്തേക്ക് തിരിച്ചറിയുമ്പോൾ അയ്യോ നമ്മളെക്കാൾ മികച്ചവരുണ്ടോ, പിന്നെ അവരെക്കാൾ മുന്നിലോട്ട് ഓടാനുള്ള വെപ്രാളമായി. വീണ്ടും ഒരു സ്ഥലത്തെത്തി, ഓക്കെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എവിടെയൊക്കെയോ എത്തിപ്പെട്ട് നോക്കുമ്പോഴത്തേക്കോ നമ്മളെക്കാൾ മികച്ചവർ വീണ്ടും ഉണ്ടോ, പിന്നെ അവരെക്കാൾ മികച്ചതാവാനായിട്ടുള്ള ഓട്ടത്തിലായി. അങ്ങനെ എപ്പോഴും നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരെ നോക്കി കമ്പയർ ചെയ്ത് ഒരായുഷ്കാലം മുഴുവൻ അങ്ങനെ കമ്പാരിസണിലൂടെ കടന്നുപോയി ദ ബെസ്റ്റ് ആവാനായി ശ്രമിച്ച് ജീവിക്കാനായി മറന്നുപോയി, സന്തോഷിക്കാൻ മറന്നുപോയി, ആനന്ദം എന്താണെന്ന് പോലും തിരിച്ചറിയാതെ, ഒരിക്കൽ പോലും സന്തോഷിക്കാതെ കടന്നു പോവുകയാണ് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ. ആ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളിൽ ഒരാളാകാനാണോ നിങ്ങളും ആഗ്രഹിക്കുന്നത്, അതോ ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്? നമ്മുടെ ഉള്ളിലെ ആത്മസത്തയെ തിരിച്ചറിഞ്ഞ് ആ ആത്മസത്തയെ തൊട്ടുണർത്തി ആനന്ദം, പരമാനന്ദം എപ്പോഴും എല്ലാ നിമിഷവും അനുഭവിക്കാനാണോ ആഗ്രഹിക്കുന്നത്? അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്താണ് എനിക്ക് മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ സന്തോഷവതിയാണെന്ന് പ്രൂവ് ചെയ്ത് മറ്റുള്ളവർ പറയണം യെസ് ഇവർ സന്തോഷവതിയാണ് എന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഓടി നടക്കുന്നത്, അതോ നമ്മുടെ ഉള്ളിലെ സന്തോഷവും സമാധാനവും എപ്പോഴും അനുഭവിക്കാനാണോ നമ്മൾ കൂടുതലും താല്പര്യപ്പെടുന്നത് എന്ന് സ്വയം വിചിന്തനം ചെയ്യുക. ആക്സസ് കോൺഷ്യസ്നസ് ആക്ച്വലി ഓരോ നിമിഷത്തെയും അറിഞ്ഞ് ജീവിക്കലാണ്. അത് ആ പ്രോസസ്സ് നമ്മളെ കുറെ സഹായിക്കും, എന്നാൽ ആ പ്രോസസ്സ് കൊണ്ട് കംപ്ലീറ്റ് ആവില്ല. അതോടൊപ്പം നമുക്കുണ്ടായിരിക്കേണ്ട കുറെ ബോധ്യങ്ങളുണ്ട്. അതിലൊന്ന്, കഴിഞ്ഞ ഏപ്രിൽ 22 എർത്ത് ഡേ, ഭൂമി ദിനമായിട്ടാണ് നമ്മൾ ആഘോഷിക്കുക. ഭൂമി ദിനം എന്ന് പറയുമ്പോൾ ഭൂമിയിൽ നമ്മൾ കടന്നു വന്ന് നമുക്ക് ശരീരം ലഭിച്ചു, നമുക്കിവിടെ വിഭവസമൃദ്ധമായ എല്ലാം നമുക്ക് ഭൂമി ദാനമായി തരികയാണ്. ഓക്കെ, ആത്മാവായിരുന്ന നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലോട്ട് കടന്നു വന്ന് ഭൂമി നമുക്ക് എല്ലാം തരികയാണ്, വസിക്കാനിടം എല്ലാം തന്നിട്ടും എന്താണ് നമുക്ക് ഭൂമിക്കായി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്? എന്നും എഴുന്നേൽക്കുമ്പോൾ ഒരു നന്ദിയെങ്കിലും പറയാൻ തോന്നാറുണ്ടോ? പക്ഷികളും മൃഗങ്ങളും മനുഷ്യരും മലയും പുഴയും കാറ്റും എല്ലാം നമ്മളെ നിരന്തരം സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്രത്തോളാണ് നമ്മൾ ഒരു നന്ദി പറയുന്നത്? ഒരുപക്ഷെ നമ്മുടെ ജീവിതങ്ങൾ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു വീടുണ്ടാക്കാനും കാറുണ്ടാക്കാനും ഓർ നമ്മുടെ ദ ബെസ്റ്റ് പ്രൊഫഷൻ ആവാനും അംഗീകാരത്തിന് വേണ്ടിയിട്ടൊക്കെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്, നമ്മൾ എത്ര പേര് ഒരു മരം വച്ചിട്ടുണ്ടാവും?
ഒരു ഫ്രൂട്ട് ട്രീ വെച്ചിട്ടുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര മരങ്ങൾ വെച്ചിട്ടുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ അതിന് ഉത്തരം പറയുക കുറച്ചെങ്കിലും തലമുടി നരച്ചവരായിരിക്കും. അതെ, ഞാനും വെച്ചിട്ടുണ്ട്. പുതിയ തലമുറയിലെ നമ്മൾ ഓരോരുത്തരും എത്ര പേരാണ് അതിനൊക്കെ സമയം കണ്ടെത്തി അതിനൊക്കെയും പ്രാധാന്യം കൊടുക്കുക? Where do we have time for that? We are not being in kindness. നമുക്ക് യാതൊരുവിധ കരുണയുമില്ല, നമുക്ക് യാതൊരുവിധ ഗ്രാറ്റിറ്റ്യൂഡും ഇല്ല, നമുക്ക് യാതൊരുവിധ നന്ദിയും ഇല്ല. എല്ലാം കൺസ്യൂമറിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംസ്കാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വി ഓൾവേസ് കൺസ്യൂം, എടുക്കുക എടുക്കുക എടുക്കുക, തിരികെ നൽകുക, മറ്റുള്ളവർക്കും തിരികെ നൽകുക, ഈ ഭൂമിക്ക് തിരികെ നൽകുക. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ പാടേ മറന്നിരിക്കും. ആക്സസിലൂടെ കടന്നു വരുമ്പോൾ ഈ ഒരു ജീവിത രീതി കൂടെ നമ്മൾ ശീലിച്ചാണ് കടന്നു പോകുന്നത്. ഓരോ നിമിഷവും ഈ ഭൂമിയോട് ഇണങ്ങിച്ചേർന്ന് ഈ ഭൂമിയുടെ ജീവിതം കൂടി ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി, നമ്മളോട് മാത്രമല്ല, മീൻസ് മനുഷ്യരോട് മാത്രമല്ല, മൃഗങ്ങളോടും പക്ഷികളോടും മരങ്ങളോടും ഭൂമിയോടും കാറ്റിനോടും കടലിനോടും പുഴയോടും എല്ലാറ്റിനോടും നന്ദിയുള്ള ഭാവേനെ ജീവിക്കുക ഓരോ നിമിഷവും. ആ ഒരു ഭാവം കൂടി എടുത്തുകൊണ്ട് ഉള്ളൊരു ജീവിത രീതിയാണ് ആക്സസ് കോൺഷ്യസ്നസ് ജീവിത രീതി. മീൻസ് ബീയിങ് ഇൻ ദ പ്രസന്റ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും 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 ആവശ്യമുള്ള ഒരു കാര്യമാണ്, നന്ദി പറയുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, ഒരിക്കൽ ആക്ച്വലി മുല്ല നസറുദ്ദീൻ ഇരിക്കുന്ന കൊമ്പ് ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന കൊമ്പ് ഇങ്ങനെ മുറിച്ച് ഏകദേശം കൊമ്പ് ആ മരത്തിലെ ചില്ല ഇങ്ങനെ ഏകദേശം വീഴാറായി നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്കും താഴെ കൂടെ വഴിയാത്രക്കാരനായ ഒരു മനുഷ്യൻ നടന്നു പോവുകയാണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞു, താങ്കൾ ഇപ്പൊ താഴെ വീഴും, താങ്കൾ ഇരിക്കുന്ന മരച്ചില്ലയിൽ നിന്ന് താങ്കൾ ഇപ്പൊ താഴെ വീഴും എന്ന് പറഞ്ഞു. ഇദ്ദേഹം അത് ശ്രദ്ധിക്കുകയുണ്ടായില്ല. നിങ്ങൾ എന്താ ജ്യോതിഷനാണോ? ഞാൻ ഇരിക്കുന്ന മരച്ചില്ലയിൽ നിന്ന് താഴെ വീഴും എന്ന് പറയാൻ? നിങ്ങൾ പോയേ, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് പരിഹസിച്ച് അയക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം താഴെ വീണു, മരച്ചില്ലയോടൊപ്പം ഇദ്ദേഹവും താഴെ വീണു. അപ്പോഴത്തേക്കും മുല്ല നസറുദ്ദീൻ എഴുന്നേറ്റിട്ടു, അയ്യോ, അദ്ദേഹം ശരിക്കും ഒരു ജ്യോത്സ്യൻ തന്നെ ആയിരുന്നു, അദ്ദേഹം പറഞ്ഞതുപോലെ സംഭവിച്ചിരിക്കുന്നല്ലോ, ഞാനിതാ താഴെ വീണിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഓടിപ്പോവാണ്. ആരുടെ പിറകെ ഓടാണ്? നേരത്തെ ഈ മരച്ചില്ല ഇപ്പൊ ഓടിയും താഴെ വീഴും എന്ന് പറഞ്ഞ മനുഷ്യന്റെ പുറകെ ഓടാണ്. അദ്ദേഹത്തിന്റെ പുറകെ ഓടിപ്പോയി ആ മനുഷ്യനെ കണ്ടെത്തിയിട്ട് ചോദിക്കുകയാണ്, താങ്കൾ ശരിക്കും ഒരു ജ്യോത്സ്യൻ തന്നെയാണ്, താങ്കൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായി പ്രവചിച്ചത് ഞാൻ വീഴുമെന്ന്? താങ്കൾ എങ്ങനെയാണ് ഇത്ര കൃത്യമായി പ്രവചിച്ചതെന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ജ്യോത്സ്യനൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പൊ മുല്ല നസറുദ്ദീൻ പറഞ്ഞു, ഓക്കെ, താങ്കൾ ജ്യോത്സ്യനല്ല എങ്കിൽ ഉറപ്പായിട്ടും താങ്കൾക്ക് കൈനോട്ടക്കാരനായിരിക്കാം, താങ്കൾക്ക് കൈ നോക്കി കാര്യങ്ങൾ പറയാൻ താങ്കൾക്ക് കഴിവുണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ വീഴാൻ പോകുന്നതിനെ ഇത്ര കൃത്യമായി താങ്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്? ഏതൊരു വ്യക്തിക്കും അതുവഴി നടന്നു പോയിരുന്നെങ്കിൽ പറയാൻ സാധിക്കുമായിരുന്നു, ഈ ചില്ലയിൽ നിന്ന് താഴെ വീഴും. ഏതൊരു മനുഷ്യനും തങ്ങൾ ഇരിക്കുന്ന ചില്ലയാണ് മുറിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അവർ താഴെ വീഴുമെന്ന് നമുക്ക് തന്നെയും തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആർക്കും പറയാൻ സാധിക്കും. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതവും ഇതുപോലെ ദിനം പ്രതി നമ്മൾ ഇരിക്കുന്ന ചില്ലയെ മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ ഓരോ ദിവസവും നമ്മൾ ചില്ലയെ മുറിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. വി ആർ നോട്ട് അറ്റ് ഓൾ, ഒട്ടുമേ തന്നെ നമ്മുടെ ഉള്ളിലോട്ട് നോക്കുന്നതേ ഇല്ല. വി ആർ ഓൾവേസ് ഔട്ട്സൈഡ്. നമ്മളെപ്പോഴും ആ ഔട്ട്സൈഡ് ഫോക്കസിലാണ് ഫുൾ ഇരിക്കുന്നത്. പുറമേ ഉള്ളതിനെ മാത്രം ഇങ്ങനെ വീക്ഷിച്ച് ഇങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ചില്ല ഇങ്ങനെ ചെറുതായി ആയുസ് കുറഞ്ഞ് വീണ്ടും വന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് തിരിച്ചറിവില്ലാതെ, എത്ര ആഴത്തിലോട്ടാണ് നമ്മൾ വീഴാൻ പോകുന്നത് എന്ന് പോലും തിരിച്ചറിവില്ലാതെ ഓരോ ദിവസവും
ഇങ്ങനെ നമ്മൾ കടന്നു പോകുന്നു. ബാഹ്യമായത് മാത്രം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ലഭിക്കുവാനായിട്ടുള്ള ഓട്ടത്തിലാണ്. എപ്പോഴെങ്കിലും മനുഷ്യർക്ക് ഡിസയർസ് കുറഞ്ഞ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ആഗ്രഹങ്ങൾ കുറഞ്ഞൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഏത് മനുഷ്യനാണ് എപ്പോഴാണ് ആഗ്രഹങ്ങൾ അവസാനിച്ചിരിക്കുന്നത്? അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യർക്ക് ഉണ്ടാവുക വളരെ 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 വിരളമാണെന്ന് തിരിച്ചറിയാം. ആഗ്രഹങ്ങൾക്ക് നമുക്ക് അവസാനം ഉണ്ടാവില്ല. എന്നാൽ ആഗ്രഹിക്കരുത് എന്നും ഞാൻ പറയുന്നില്ല. കാരണം ആഗ്രഹങ്ങൾ വേണം. ആഗ്രഹങ്ങളില്ലെങ്കിൽ ഒരുപക്ഷെ മറ്റു മനുഷ്യർക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ പോലും ഉപകാരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ആഗ്രഹിക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സിനിമയിലെ 2 വരികൾ പാടാം. ഒരു സിനിമയില് മുത്തു എന്ന സിനിമയില് രജനീകാന്തിന്റെ സിനിമയാണ്. അപ്പൊ അദ്ദേഹത്തിന് SP ബാലസുബ്രഹ്മണ്യൻ പാടിയ ഒരുവൻ ഒരുവൻ മുതലാളി എന്ന് പറഞ്ഞിട്ട് ആ സിനിമയിലെ 2 വരികളുണ്ട്. ആ വരികൾ ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. പാടുന്നില്ല, പാടിക്കഴിഞ്ഞാൽ ചിലപ്പോ അതുകൊണ്ട് ഞാൻ പാടുന്നില്ല. പക്ഷെ ഞാൻ ആ ഒരു വരികളെ മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാം. மண்ணின் மீது மனிதனுக்காசை, மனிதன் மீது மண்ணுக்காசை, மண் தான் கடைசியில் ஜெயிக்கிறது. ഇത് കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? മണ്ണിനോട് മനുഷ്യൻ ആഗ്രഹം, മനുഷ്യനോട് മണ്ണിനാഗ്രഹം. അവസാനം വിജയിക്കുന്നത് മണ്ണാണ്. പക്ഷേ അത് മനസ്സിലാക്കാൻ മനസ്സിന് സാധിക്കുന്നില്ല. നമ്മുടെ മനസ്സിന് സാധിക്കുന്നില്ല. വളരെ അർത്ഥവത്തായ വരികളാണ് ആ 2 വരികളും. മണ്ണിനോട് മനുഷ്യൻ ആഗ്രഹം, മനുഷ്യന് തീരാത്ത മോഹത്തിൽ, മണ്ണിനോടുള്ള തീരാത്ത മോഹത്തിൽ മനുഷ്യരിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. മണ്ണിനാകട്ടെ മനുഷ്യനോടും ആഗ്രഹം. അതെന്താ സംഗതി ഉണ്ട്. മാഡം മലയാളം പാടില്ലേ? മലയാളം പാടാം. പക്ഷെ ഈ പറഞ്ഞ പോലെ ആ വരികൾക്ക് അർത്ഥമുള്ളത് കൊണ്ട്, സന്ദർഭത്തിന് യോജിച്ചതായത് കൊണ്ടാണ് കേട്ടോ ഈ വരികൾ ഇപ്പൊ പാടിയതല്ല പറഞ്ഞത്. റൈറ്റ്. അങ്ങനെ നമുക്ക് മണ്ണിനോട് തീരാത്ത ആഗ്രഹം, മണ്ണ് മീൻസ് ഭൂമിയിലെ സകലതിനെയാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അവസാനം മണ്ണാണ് വിജയിക്കുന്നത് എന്നാണ് റൈറ്റ് ആ വരികളിലൂടെ പറയുന്നത്. മണ്ണാണ് അവസാനം വിജയിക്കുന്നത്. പക്ഷേ അതിനെ തിരിച്ചറിയാനായിട്ട് നമ്മുടെ മനസ്സ് മറന്നു പോവുകയാണ്, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകുന്നില്ല. മണ്ണാണ് വിജയിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? നമ്മുടെ അവസാനം മണ്ണിലേക്ക് തന്നെ പോകും. ആബ്സല്യൂട്ട്ലി. നമ്മുടെ ശരീരം മാത്രമേ പോകുന്നുള്ളൂ കേട്ടോ. നമ്മുടെ ശരീരം മണ്ണിലേക്ക് ലയിച്ചു ചേരും എന്നതിനെ തിരിച്ചറിയാൻ മറന്നുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഓരോ ആവശ്യങ്ങളെയും അത്രത്തോളം കഠിനമായി വെച്ച് ജീവിക്കുന്നത്. ഓക്കെ. പകരം വളരെ ഈസി ആയിട്ട് റിലാക്സ്ഡ് ആയിട്ടും നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കും. റൈറ്റ്. സോ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇന്ന് നമ്മൾ സംസാരിച്ച ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടോ ഓർ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം. കഴിഞ്ഞ 2 ആഴ്ചയും നമ്മൾ പഠിച്ചത് സെയിം പാറ്റേൺസിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ എന്ന് തിരിച്ചറിയാനാണ്. ഓക്കെ. ശരിക്കും ഒരേ പാറ്റേണുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടോ ജീവിതം എന്ന് നിരീക്ഷിക്കാനായിട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ പലരും കണ്ടെത്തി നമ്മൾ ഒരേ പാറ്റേണുകളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞു. ആൻഡ് ആ പാറ്റേണുകൾ മാറ്റാനായിട്ട് ഞാൻ എന്തിനിത് സൃഷ്ടിച്ചു എന്ന ചോദ്യം ചോദിക്കാനാണ് പറഞ്ഞിരുന്നത്. എന്തിന്? വൈ ഐ ആം ക്രിയേറ്റിംഗ് ദിസ്? എന്തിനാണ് ഞാൻ ഈ പാറ്റേണുകൾ വീണ്ടും 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 സൃഷ്ടിക്കുന്നത് എന്ന് ചോദിക്കാനായിട്ടും പറഞ്ഞിരുന്നു. സോ നിങ്ങൾക്ക് അങ്ങനെ ചോദിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ചിന്തകളിലൂടെ കടന്നു വന്ന എല്ലാ കാര്യങ്ങളും എഴുതാനായിട്ട് പറഞ്ഞിരുന്നു. ആക്സസ് ക്ലാസ്സിൽ പങ്കെടുത്തവർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ടൂൾസ് ആണ് തന്നിരുന്നത്. ആക്സസ് ക്ലാസ്സിൽ പങ്കെടുക്കാത്തവർക്കാണ് വൈ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കാനായി പറഞ്ഞിരുന്നത്. ഓക്കെ. ആക്സസ് ക്ലാസ്സുകളിൽ പങ്കെടുത്തവർക്ക് മറ്റൊരു ടൂളും വിദ്യയാണ് പറഞ്ഞിരുന്നത്.
അത് ഇന്നലെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയും ചെയ്തു, എന്ത് വിദ്യയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. സംശയമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിലാണ് ചോദിക്കേണ്ടത് കേട്ടോ. ഫൈൻ. ആക്സസ് പങ്കെടുത്ത് കഴിഞ്ഞവര്, സംശയമുള്ളവര് ഗ്രൂപ്പിൽ ചോദിക്കാം. ആക്സസ് ക്ലാസ് പങ്കെടുത്തിട്ടില്ലാത്തവര് എഴുതേണ്ടത് വൈ ഐ ആം ക്രിയേറ്റിംഗ് ദിസ്. ഞാൻ എന്തുകൊണ്ട് ഇത് സൃഷ്ടിക്കണം. ആ ചോദ്യം ചോദിച്ചതിന് ശേഷം മനസ്സിലൂടെ കടന്നു വരുന്ന വളരെ വിയേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും എഴുതണം എന്നാണ് പറഞ്ഞിരുന്നത്. ഓർക്കുന്നുണ്ടോ? ആദ്യമായിട്ട് ക്ലാസ്സിൽ കയറിയവർക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും. പക്ഷേ ഈ കഴിഞ്ഞ 2 ആഴ്ചത്തെ ക്ലാസ്സിൽ കയറിയവർക്ക് ഇത് അറിയില്ല എങ്കിലും കയറിയിട്ടില്ലാത്തവരോടായിട്ട് പറയാണ്, സെയിം പാറ്റേൺസ് നമ്മൾ സൃഷ്ടിക്കണുണ്ടോ ജീവിതത്തിൽ എന്ന് നോട്ടീസ് ചെയ്യാം. ഒരേപോലെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വീണ്ടും വീണ്ടും നടക്കുന്നുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വൈ എന്ന ക്വസ്റ്റ്യൻ അതിനോട് ചേർത്ത് ചോദിക്കാം. ഓക്കെ, വൈ എന്തുകൊണ്ട് എന്ന ക്വസ്റ്റ്യൻ വീണ്ടും വീണ്ടും ചോദിക്കുക. ആൻഡ് യു വിൽ ഗെറ്റ് സംതിങ്. ആ വരുന്ന ചിന്തകളെയൊക്കെ എഴുതി വെക്കാം. പിന്നീട് എപ്പോഴെങ്കിലും ആക്സസ് ക്ലാസ്സിലൂടെ കടന്നു വരുമ്പോൾ വിൽ സ്പീക്ക് അബൌട്ട് ഓൾ ദോസ് തിങ്സ്. ഓക്കെ, ശരി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആർക്കും ഒരു ചോദ്യം ഇല്ലാത്ത സ്ഥിതിക്ക് ഒരു വിദ്യ പറഞ്ഞുതരാം. നമുക്ക് എല്ലാവർക്കും ഡിസയർസ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഡിസയർസ് ആണ്, നമുക്ക് ഒരിക്കലും ഡിസയർസ് അവസാനിക്കില്ല എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, എന്നാൽ എനിക്ക് ആഗ്രഹങ്ങൾ ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മുടെ ആഗ്രഹങ്ങളെ തെറ്റാണ്, ഒരു വ്യക്തി ആഗ്രഹങ്ങൾ ഇല്ലാത്തവരായി ജീവിക്കണം എന്ന് ചിന്തിക്കേണ്ടതില്ല. കാരണം നമ്മുടെ ഓരോ മനുഷ്യന്റെയും ആഗ്രഹം മറ്റു മനുഷ്യർക്ക് ഗുണപ്രദമാണ്. ഓക്കെ, അതുകൊണ്ട് ഡിസയർസ്, ആഗ്രഹങ്ങൾ ഒരു തെറ്റല്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഏതൊരു കുഞ്ഞാഗ്രഹമുണ്ടെങ്കിലും ആ ഒരു കുഞ്ഞാഗ്രഹത്തെ ഒരു ഭാവന ചെയ്ത് കാണാനായിട്ട് ശീലിക്കണം. മീൻസ് ഫോർ എക്സാമ്പിൾ, ജോലി ഇല്ലാത്തൊരു വ്യക്തിക്ക് ജോലി ലഭിക്കണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം എന്ന് വെക്കൂ. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഒരു ജോലി ലഭിക്കണം, ആ ഒരു അവസ്ഥയെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് വെക്കൂ. എങ്കിൽ ഈ ജോലി ഇല്ലാത്ത വ്യക്തി ജോലി ലഭിക്കുന്ന കമ്പനിയില് അവിടെ നിൽക്കുന്നതായി സങ്കല്പിച്ച്, വസ്ത്രം ഒക്കെയും സങ്കല്പിച്ച്, സ്വയം വിഭാവന ചെയ്ത് ആ ജോലിയുള്ള അവസ്ഥയിലോട്ട് സ്വന്തം ശരീരത്തെ ആ വിഭാവന ചെയ്ത ആ ഇമേജിനകത്തോട്ട് കയറി നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കണം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ജോലി ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇട്ടേക്കുന്ന വസ്ത്രവും നമ്മുടെ ശരീരഭാഷയും ഒക്കെ തിരിച്ചറിയാമല്ലോ നമുക്ക്. അപ്പൊ ജോലി ലഭിക്കണം എന്നൊരു സാഹചര്യത്തിലൂടെയാണ്, മീൻസ് അതാണ് നിങ്ങൾ ആസ്പയർ ചെയ്യുന്നതെങ്കിൽ, അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, ആ ഒരു അവസ്ഥയെ കാണണം. ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭിച്ചു കഴിഞ്ഞാൽ, ആ ലഭിച്ച ജോലി ലഭിക്കുമ്പോഴുള്ള നിങ്ങളുടെ ശരീരഭാഷ എന്ത്, നിങ്ങൾ ധരിക്കാൻ സാധ്യതയുള്ള വസ്ത്രം എന്ത്, ആ ഒരു അവസ്ഥ എന്ത്, ആ അവസ്ഥയെ ഭാവനയിൽ കണ്ടതിന് ശേഷം ഇപ്പോഴുള്ള ബോഡി ലാംഗ്വേജ് ഉൾപ്പെടെ ചേർത്ത് ഇതിനോട് ഈ ഇമേജിലോട്ട് പേസ്റ്റ് ചെയ്ത് വെക്കണം. നമ്മുടെ ശരീരഭാഷ പോലും ജോലി ലഭിച്ച ഒരു വ്യക്തിയുടെ ശരീരഭാഷയിലോട്ട് യു ഹാവ് ടു merge. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പിരിഞ്ഞിരിക്കുന്നവരാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആക്ച്വലി സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ആ നിമിഷത്തിലോട്ട് merge ചെയ്ത്, മീൻസ് രണ്ടുപേരും സന്തോഷത്തോടു കൂടിയിരിക്കുന്ന ആ ഒരു അവസ്ഥയെ വിഭാവന ചെയ്ത് സങ്കല്പിച്ച് ആ ശരീരഭാഷ ഉൾപ്പെടെ അതിലോട്ട് merge ചെയ്ത് നിൽക്കണം. മനസ്സിലായോ എങ്ങനെയാ ചെയ്യേണ്ടതെന്ന്? Yes, ma'am. Yes. ഓക്കെ, എനിക്ക്
വീഡിയോയിലൂടെയൊക്കെ പറഞ്ഞു തരുമ്പോ കുറച്ച് ചെറിയ ചെറിയ ടിപ്സ് ഒക്കെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ. റൈറ്റ്. നമ്മൾ നേരിട്ടൊക്കെയാണ് ഈ പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ നമുക്ക് ആക്ച്വലി നമ്മുടെ ഇന്നർ ആക്ച്വലി ക്ലെൻസ് ചെയ്തതിന് ശേഷം ഇതൊക്കെ അഡോപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സുകളൊക്കെ നമുക്കത് പ്രോസസ്സായിട്ട് നമുക്കത് ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതർവൈസ് എനിക്ക് വീഡിയോയിലൂടെ പറഞ്ഞു തരുമ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ. നിങ്ങൾ തന്നെയും ആ ഇമേജിനെ നമ്മുടെ തന്നെ ഇമേജിനെ സൃഷ്ടിച്ച് ആ ഇമേജിലോട്ട് കയറി നിൽക്കുന്നതായിട്ടും പെർസീവ് ചെയ്യുന്നതായിട്ടും ആ ഇമേജ് നമ്മുടെ ഭാഗമായി ഇരിക്കുന്നതായിട്ടും ഒക്കെ സങ്കല്പിച്ച് ആ ശരീരഭാഷയൊക്കെയും അക്വയർ ചെയ്യുന്നതായിട്ട് സങ്കല്പിക്കുകയും ഒക്കെ വേണം. ഇതൊക്കെ കുറച്ചൊരു ന്യൂറോലിംഗ്വിസ്റ്റിക് ആണിത്. കുറച്ചൊരു വിശ്വാസത്തോടു കൂടി ചെയ്താൽ ഒരല്പം കൂടി നല്ലതായിരിക്കും. നമ്മളെല്ലാവരും തന്നെ ഇവിടെ ഇരിക്കുന്ന എത്ര പേരുണ്ട് എന്ന് എനിക്കിപ്പോ കാണാൻ കഴിയുന്നില്ല. ഹവർ നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഈ മീറ്റിംഗിൽ ഇപ്പോ അവൈലബിൾ ആയിരിക്കുന്ന എല്ലാവരും തന്നെയും അതീവ ശക്തിയുള്ളവരാണ്. അതീവ ശക്തിയുടെ ഉറവിടമാണ്. എന്നാൽ കുറച്ചു പേര് അത് തിരിച്ചറിയുകയും ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഒരുപാട് പേര് അത് ഉപയോഗിക്കുകയോ എന്തിന് തങ്ങളുടെ ഉള്ളിൽ ശക്തി ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ധാരാളം പേര് അസ്വസ്ഥരാകും. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ മുല്ല നസറുദ്ദീന്റെ കഥ ഓർക്കണുണ്ടോ? അദ്ദേഹം ഒരു കഴുതപ്പുറത്ത് വളരെ വേഗത്തിൽ പോവുകയായിരുന്നു. വളരെ 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 സ്പീഡിൽ പോവുകയായിരുന്നു. അങ്ങനെ ഇത്രയും സ്പീഡിൽ പോകുന്ന ഇദ്ദേഹത്തെ കണ്ടിട്ട് എല്ലാവരും നാട്ടുകാർക്ക് ചോദിച്ചു, എന്ത് പറ്റി, എങ്ങോട്ടാ പോകുന്നത്, എന്താ, എവിടെയോട്ടാണ് ഈ ഇത്രയും വെപ്രാളപ്പെട്ട് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താ, ഞാൻ എന്റെ കഴുതയെ കാണുന്നില്ല, ഞാൻ എന്റെ കഴുതയെ ആക്ച്വലി നോക്കി പോവാണ്, എല്ലാരും മാറൂ, വഴിമാറൂ, എനിക്ക് എന്റെ കഴുതയെ കാണാനില്ല, ഞാൻ ആക്ച്വലി എന്റെ കഴുതയെ കാണാനായിട്ട് പോവാണെന്ന് പറഞ്ഞു. അപ്പൊ ഒരു വ്യക്തി വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോവേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇരിക്കുന്നത് തന്നെ കഴുതപ്പുറത്താണ്, താഴോട്ട് നോക്കൂ. ഇല്ല നസറുദ്ദീൻ ആക്ച്വലി താഴോട്ട് നോക്കിയപ്പോ താനൊരു കഴുതപ്പുറത്താണ് ഇരിക്കുന്നതെന്ന് കണ്ടെത്തി. ശരിക്കും ഇതെല്ലാം ഇദ്ദേഹം ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തിരുന്ന കാര്യം. നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മുടെ ഉള്ളിൽ തന്നെയും ഇരിപ്പുണ്ട്. കഴുത ഇരിപ്പുണ്ട് എന്നല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ പുറമേ അന്വേഷിച്ച് ഓടി നടക്കുന്ന കാര്യങ്ങളൊക്കെയും നമ്മൾ എവിടെയാണോ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ പരക്കം പാഞ്ഞ് നടക്കുന്നത്, ആ അന്വേഷിക്കുന്നതൊക്കെയും ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലാണ്. അതിന് നമ്മൾ സ്പീഡ് കുറച്ച് ഒരല്പം സമയമെങ്കിലും ശാന്തരായിരുന്ന് നമ്മുടെ ഉള്ളിലോട്ട് നോക്കാനായിട്ട് നമ്മൾ ശീലിച്ചേ പറ്റൂ. അങ്ങനെ ശാന്തരായി നമ്മുടെ ഉള്ളിലോട്ട് നോക്കുമ്പോഴാണ് ശരിക്കും നമുക്ക് നമ്മെ തന്നെയും നമ്മുടെ ശക്തിയും ഒക്കെ തിരിച്ചറിയാനും കാണാനും സാധിക്കുക. വെപ്രാളം പിടിച്ചോടിക്കൊണ്ടേയിരുന്നാൽ, എല്ലാറ്റിനെയും തട്ടിമാറ്റി ഇങ്ങനെ സ്പീഡിൽ അലഞ്ഞുകൊണ്ടേയിരുന്നാൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദിവ്യ ചൈതന്യത്തെ ഇനിയും തിരിച്ചറിയാൻ വീണ്ടും ജന്മങ്ങൾ എടുത്തു വരേണ്ടി വരും. അങ്ങനെ എത്ര ജന്മങ്ങൾ നമ്മൾ കഴിഞ്ഞു പോയിരിക്കുന്നു, ഇനി എത്ര ജന്മങ്ങളാണ് നമ്മൾ വീണ്ടും എടുത്തു വരേണ്ടത് നമ്മുടെ ഉള്ളിലെ ദിവ്യ ചൈതന്യത്തെ തിരിച്ചറിയാൻ. ഓക്കെ, സോ പ്ലീസ് കുറച്ച് നമ്മുടെ ഉള്ളിലെ ആ ശക്തി പ്രഭാവത്തെ ഒരല്പമെങ്കിലും തിരിച്ചറിയാൻ കുറച്ച് സ്ലോ ഇൻ ദ സെൻസ് ഒരല്പസമയം, ദിവസം 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്കായി ചിലവഴിച്ച് നിങ്ങളുടെ ഉള്ളിലെ ശക്തിയെ തിരിച്ചറിയാനും ഒക്കെയും മാക്സിമം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. റൈറ്റ്. എല്ലാവർക്കും ശാന്തരായ കണ്ണുകൾ അടച്ച് ഇനി നിങ്ങൾ ആക്ച്വലി വീഡിയോ ഓഫ് ചെയ്താലും കുഴപ്പമില്ല. ആൻഡ് ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ എവ്രി വൺ ഹു ഓപ്പൺ യുവർ വീഡിയോ. ഹലോ, യെസ് മാഡം. ഞാൻ പറയുന്നുള്ളതാ, പക്ഷേ മെയിലോ അല്ലെങ്കിൽ ജൂണിലോ നാട്ടിൽ വരണമെന്നുണ്ട്. എനിക്ക് വയറിന് പ്രോബ്ലം ഉണ്ട്.
അപ്പോ എന്താണ് കോഴിക്കോട് എവിടെയെങ്കിലും ക്ലാസ് ഇനി തുടങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തീരുമാനമായിട്ടില്ല. ഹസ്ബൻഡ് ഇവിടുന്ന് വിടാൻ ബുദ്ധിമുട്ടാണ്, ഇപ്പൊ കുറച്ച് ബുദ്ധിമുട്ടിലൊക്കെയാണ്, അപ്പൊ ഇപ്പൊ പോണ്ടാന്നാ പറയുന്നത്. അപ്പൊ എനിക്കൊന്ന് നാട്ടിൽ എന്തായാലും ആങ്ങളുടെ മോന്റെ കല്യാണം ഉണ്ട് മെയ് 13-ന്. അപ്പോ അതില് പോവാനും പിന്നെ മാമിന്റെ ക്ലാസ് മാഡം ആക്ച്വലി പങ്കെടുക്കാൻ ആക്സസ് പഠിക്കേണ്ടത്, ആരെങ്കിലും ആക്സസ് പഠിക്കേണ്ടത് അത് എന്റെ ആവശ്യമില്ല, അത് എന്റെ ആവശ്യമല്ല, അവരവരുടെ ആവശ്യമാണ്. ഓക്കെ, അതുകൊണ്ട് മാഡത്തിന് പറ്റുന്ന സമയത്ത് വന്നാൽ മതി. നിർബന്ധമായിട്ടും ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കണം എന്ന് ഞാൻ ആരോടും പറയില്ല. ആദ്യമൊക്കെ ഞാൻ ആഗ്രഹിച്ചു, കാരണം ഞാൻ വളരെയധികം സന്തോഷത്തിലും ആനന്ദത്തിലും ആയപ്പോൾ ഞാൻ ആലോചിച്ചു എല്ലാ മനുഷ്യരും ഈ ആനന്ദത്തിലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്നാൽ പിന്നീട് ഞാൻ തിരിച്ചറിഞ്ഞു അത് എന്റെ ബോധ്യമാണ് കേട്ടോ, ശരിയും തെറ്റുമില്ല ഇതിനകത്ത്, എന്റെ ബോധ്യമായിരുന്നു. അങ്ങനെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ആനന്ദം, അത് ഉള്ളിൽ നിന്ന് മനുഷ്യർക്ക് സ്വയം ഉണ്ടാകേണ്ടതാണ്. അത് അവരവർക്ക് സമയം, അവരവർ നിശ്ചയിക്കുന്ന സമയത്ത്, അവരവർ തീരുമാനിക്കുന്ന സമയത്ത് മാത്രമേ അതിലെത്തിച്ചേരാനും കഴിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ട് എന്റെ ആവശ്യമല്ല ഏതെങ്കിലും ഒരു വ്യക്തി ആക്സസ് പഠിക്കുകയോ എത്തിപ്പെടുകയോ ചെയ്യേണ്ടത്, നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണെന്ന് തിരിച്ചറിയൂ. മാഡത്തിന് ഇപ്പൊ കഴിയുന്നില്ലെങ്കിൽ മാഡം വിഷമിക്കേ വേണ്ട. എപ്പോഴാണോ മാഡത്തിന് പറ്റുന്നത്, സാഹചര്യം ഉള്ളത്, അപ്പോൾ പഠിച്ചാൽ കേട്ടോ. അല്ല അത് ആണ് അല്ല അത് അറിയാം. പക്ഷേ എനിക്ക് ഈ 2 കാര്യത്തിന് ഇപ്പൊ ഒന്ന് വരണം എന്തായാലും, കല്യാണത്തിനും പിന്നെ ഡോക്ടറെ കാണിക്കാനും കൂടി. ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ്, കോഴിക്കോട് മെമ്മോറിയൽ ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അപ്പൊ ഈ 2 കാര്യത്തിന് എനിക്ക് വരണം എന്തായാലും. അപ്പൊ ഹസ്ബൻഡ് ആണെങ്കിൽ വിടുന്നില്ല ഇപ്പൊ പോണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പൊ എനിക്കൊന്ന് നാട്ടില് വരണം എന്തായാലും. അപ്പൊ അതിനെന്താ ഞാൻ വേണ്ടത്? പിന്നെ മാമിന്റെ ഈ ക്ലാസ് ഞാൻ കേട്ടിട്ട് ഞാൻ ഇതിൽ കുറെ പറയണ, ഞാൻ ഇതിന്റെ മുന്നേ ഞാൻ രാജയോഗ മെഡിറ്റേഷനില് ബ്രഹ്മകുമാരീസിന്റെ കുറെ കേട്ടിട്ട് അതിലാണ് ഓൺലൈൻ കൺസൾട്ട് ഇതിലൊക്കെ കുറെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറെ മാം പറയുന്ന പോലത്തെ ഒക്കെ കാര്യങ്ങൾ തന്നെയാണ് അതിലും കുറച്ച് കാര്യങ്ങൾ, അതിലേക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആണ് ഇത്. എനിക്ക് കുറച്ചും കൂടി നല്ല, കുറച്ചും കൂടി മനസ്സിന് ഇപ്പൊ എനിക്ക് എപ്പോഴും എന്റെ ഉള്ളിൽ ഒരു ചിരി വന്നിട്ടാ. മറ്റത് എപ്പോഴും ഞാൻ മൂഡ് ഔട്ട് ആയിരുന്നു, എന്റെ മുഖം എപ്പോഴും എല്ലാവരും ഒരു കണ്ണിന്റെ ഡോക്ടറെ അടുത്ത് പോയാൽ എല്ലാവരും പറയും എന്താ ടെൻഷനാണ് ഈ കുട്ടിക്ക്, ടെൻഷന്റെ ഡോക്ടറെ ഒരുപാട് പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാരും ടെൻഷൻ. പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുതേ, കാരണം ഞാനത് യൂട്യൂബിൽ ഇടുന്ന ഒരു സെഷൻ കൂടിയാണ്. അയ്യോ അതോടൊപ്പം എല്ലാവരും ഇത് ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കൂടി ഓർക്കൂ. അതുകൊണ്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പറയരുത് പ്ലീസ്. ഞാൻ നമുക്ക് ഏതെങ്കിലും ഒരു കാര്യം ഇഷ്ടപ്പെട്ടു എന്ന് കരുതിയിട്ട് മറ്റൊന്നിനെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഇകഴ്ത്താനായിട്ട് പാടില്ല. ഇത് മാഡത്തിനോട് പറയുന്നതല്ല, ഇവിടെ ഇരിക്കുന്ന സകലരോടും ഞാൻ പറയുകയാണ്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ഇഷ്ടപ്പെട്ടു, ഫൈൻ. ഞാൻ അവിടെ പോയപ്പോ എനിക്ക് ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. അവിടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എന്താ പറയാ, നല്ലൊരു ഒരു മരം, ഈ എക്സാമ്പിൾ ആണ് ഏറ്റവും നല്ലത്. ആ മരം ആക്ച്വലി ഒരു മനുഷ്യൻ കോടാലി കൊണ്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. അങ്ങനെ വെട്ടി 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 വലിയ ശക്തനായ മരമാണ് കേട്ടോ. കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ 5 മാസമായി, എന്നിട്ടും അതില് ഒരു പകുതി ഭാഗം വരെ എത്തിയുള്ളൂ. 2-3 കോടാലി മാറ്റേണ്ടി വന്നു. പിന്നെ വേറെ കുറെ കോടാലിയൊക്കെ യൂസ് ചെയ്ത് വീണ്ടും വെട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വെട്ടി 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 ഏകദേശം 8-9 മാസമായ സമയത്ത് വളരെയധികം ഇപ്പൊ വീഴുമെന്നുള്ളൊരു അവസ്ഥയിലോട്ട് ആ മരം എത്തി. എല്ലാ മനുഷ്യരും ഈ മരം വെട്ടുകാരനെ കുറ്റം പറയാണ്. എത്ര കാലം ഇതൊക്കെ തുടങ്ങിയിട്ട്, നീ ഇതൊക്കെ എന്ന് ശരിയാവാനാ? അങ്ങനെ ഇരിക്കും. ഇതൊരു കഥയാണ് കേട്ടോ, ഇപ്പൊ മനസ്സിൽ ഇങ്ങനെ ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുന്ന കഥയാണ്. അങ്ങനെ ഇരിക്കവേ ഒരു കാക്ക വന്ന മരത്തിൽ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പൊ വീഴുമെന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാക്ക വന്ന മരത്തിൽ ഇരിക്കുകയാണെന്ന് വെക്കൂ. മരം അങ്ങനെ ചരിഞ്ഞ് ഒരു കാറ്റും കൂടെ അടിച്ചു. കാക്ക വന്നിരുന്ന അതേ സമയത്ത് നല്ലൊരു കാറ്റും കൂടെ അടിച്ചു. അപ്പോഴത്തേക്കും ഈ മരം അങ്ങനെ വന്ന് ചരിഞ്ഞു വീണു. സ്വാഭാവികമായിട്ടും അവിടെ കണ്ടിരുന്നവരെല്ലാവരും ആ കാക്കയും
പിന്നെ അതോടൊപ്പം തന്നെ ആ കാറ്റിനെയും പുകഴ്ത്തുകയും വർണ്ണിക്കുകയും ദിവ്യത്വമുള്ള ഒരു കാക്ക തന്നെയാണ്. എത്രയോ കാലം ശ്രമിച്ചിട്ടും നടക്കാത്ത ഈ മരത്തിനെ വെട്ടി മാറ്റാനായിട്ട് ആരെ കൊണ്ട് സാധിച്ചില്ല. പക്ഷെ ഇതാ ആ കാക്ക എന്തൊക്കെയോ ശക്തികളോ ഈ കാക്കയും ഈ കാറ്റും ഒയ്യോ പ്രകൃതിയുടെ വരദാനം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പുകഴ്ത്താൻ തുടങ്ങി. ഇത്രയും കാലം ഇതിനായി ശ്രമിച്ചു കൊണ്ടിരുന്ന ഈ മനുഷ്യനെയോ അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കോടാലിനെയോ ഒക്കെയും മനുഷ്യർ തീർത്തും അവഗണിച്ചു. നമ്മുടെയും ജീവിതങ്ങളിൽ ഇങ്ങനെ തന്നെയാണ്. നമ്മളും ഒരുപക്ഷെ നമുക്ക് ആനന്ദം ലഭിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ നമ്മൾ വാനോളം പുകഴ്ത്തും. പക്ഷേ ആ തലത്തിലോട്ട് എത്തിപ്പെടാൻ അന്നുവരെയും സഹായിച്ച സർവ്വതിനെയും അതൊന്നും എനിക്ക് ഗുണമായില്ല, ഞാൻ അവിടെ പോയി, എനിക്ക് ഇവിടെ പോയി, ഞാൻ അതിൽ പോയി, എനിക്ക് ഇതിൽ പോയി, എനിക്ക് ഒന്നിലും ആശ്വാസം കിട്ടിയില്ല, ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് ആശ്വാസം കിട്ടിയത്, അത് അങ്ങനെ പറഞ്ഞ് ശീലിക്കരുത്. ഇവിടെ എത്തിപ്പെടാനായിട്ട് നമുക്ക് ആശ്വാസം കിട്ടാതെ നമ്മൾ അലഞ്ഞു നടന്ന ഓരോ സ്ഥലവും നമ്മെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ ലൈക്ക് 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നല്ല വിജയമൊക്കെ കിട്ടിക്കഴിയുമ്പോ 10th ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടം പോലെ മധുരമൊക്കെ കൊണ്ടു കൊടുക്കും. വിൽ ബി സോ ഹാപ്പി. പക്ഷേ ആ 10ാം ക്ലാസ്സിൽ നമ്മൾ എത്തിപ്പെടാനായിട്ട് നമുക്ക് സ്വന്തം പേരെന്താണെന്ന് ചോദിക്കുമ്പോ നമുക്ക് പറയാൻ പോലും അറിയാത്ത പ്രായത്തില് നമുക്ക് ഉരുട്ടി തന്ന ആഹാരം വാരിത്തന്ന് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മൾ ആക്ച്വലിനോ ഡ്രസ്സിലൊക്കെ മൂത്രം ഒഴിച്ചാൽ പോലും അതൊക്കെയും തുടയ്ക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്ത ടീച്ചേഴ്സ് ഉണ്ട്. ABCD പഠിപ്പിച്ചു തന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും അധ്വാനത്തിന്റെ ഫലമാണ് നമ്മൾ 10ാം ക്ലാസ്സിലെ വിജയവും കോളേജിലെ വിജയവും ജീവിതത്തിലെ പല പല സ്ഥലങ്ങളിലെ വിജയവും. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ ആദ്യം പറയുന്നത്, ഈ ഭൂമിയിൽ ഒരു പുഞ്ചിരി കൊണ്ടുപോലും നമുക്ക് പകർന്നു തന്ന എല്ലാ ഗുരുക്കന്മാർക്കും ആരെയും നമ്മള് കുറ്റം പറയരുത്. ഓക്കെ, എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി പറയുന്നത് അതുകൊണ്ടാണ്. ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ആനന്ദമാണോ സന്തോഷമാണോ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്? ദയവായി ഏതൊരു നിമിഷത്തിനും, ഒരുപക്ഷെ നിങ്ങളിപ്പോ ഏറ്റവും കടബാധ്യതയോ ജീവിതത്തിലെ സകലരും നിങ്ങളെ കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ പോലും ഈ നിമിഷത്തിന് പോലും നന്ദി പറയാനായിട്ട് ശീലിക്കൂ, പഠിക്കൂ. സകലരും നമ്മളെ സഹായിക്കുകയാണ്. അതുകൊണ്ട് പ്ലീസ് ഡോണ്ട് കമ്പയർ എനിത്തിങ് വിത്ത് എനിത്തിങ്. എല്ലാം ഒന്നുപോലെ ഇരുന്നാൽ എന്തു ഭംഗി. എല്ലാം ഒന്നുപോലെ ഇരുന്നാൽ, എല്ലാവരും ഒന്നുപോലെ ആയിക്കഴിഞ്ഞാൽ, എല്ലാവരും ഒന്ന് തന്നെ ചൊല്ലിയാൽ, എല്ലാ നിറങ്ങളും ഒന്നു തന്നെ ആയിരുന്നാൽ എന്തു ഭംഗിയുണ്ട്. എല്ലാം വ്യത്യസ്തമാകുന്നത് കൊണ്ടല്ലേ ഇത്ര സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റണത്. ഓക്കെ, അതുകൊണ്ട് പ്ലീസ് റെസ്പെക്ട് എവറിത്തിങ്. ചില സ്ഥലത്തൊക്കെ ഒരുപക്ഷെ നമുക്ക് അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കാം, എന്നാൽ അതിലും നമുക്ക് പഠിക്കാനും അറിയാനും ഒക്കെ ഇങ്ങനെയും കാര്യങ്ങൾ ഉണ്ട് എന്ന് പഠിക്കാൻ ഒരുപക്ഷെ നമുക്ക് കാര്യങ്ങൾ ഉണ്ടാവാം. ഓക്കെ, അതുകൊണ്ട് എല്ലാറ്റിനെയും ഒരു കോൺട്രിബ്യൂഷനായി, നമ്മുടെ ജീവിതത്തിന് ലഭിക്കപ്പെട്ട കോൺട്രിബ്യൂഷനായി, അറിവായി, ഒരു സംഭാവനയായി കാണാനായിട്ട് ശീലിക്കാം. ഓക്കെ, താങ്ക് യു. ചേച്ചി, എനിക്ക് കുറച്ച് പറയാനുണ്ട്. ചേച്ചി കൂടെ സംസാരിക്കാനുണ്ട്. ഉമ്മ ചേച്ചി, എന്റെ കഴിഞ്ഞ തവണയും ചേച്ചി ഇത് പറഞ്ഞിരുന്നു. ചേച്ചിക്ക് ഫോൺ നമ്പർ ഉണ്ടല്ലോ, എന്റെ വാട്സാപ്പിൽ ടെക്സ്റ്റ് ആയിട്ട് മെസ്സേജ് ചെയ്ത് ഇടാമല്ലോ. ഓക്കെ, ശരി. എനിക്ക് ചേച്ചി കൂടെ വളരെ സംസാരിക്കാനുണ്ട് ചേച്ചി. നിങ്ങളുടെ പ്രയാസങ്ങളാണെങ്കിൽ പ്രയാസങ്ങൾ മാറ്റാൻ ഞാൻ ദൈവമല്ല കേട്ടോ, അതുകൂടെ മനസ്സിലാക്കൂ. നിങ്ങളുടെ എന്തു പ്രയാസവും മാറ്റാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. ആ കഴിയുന്നത് എങ്ങനെയെന്ന് പഠിപ്പിച്ചു തരാനേ എനിക്ക് പറ്റുള്ളൂ.
പക്ഷെ പറഞ്ഞു തരാൻ എനിക്ക് അവിടെ കഴിയുള്ളൂ. എത്താൻ പറ്റത്തില്ലല്ലോ ചേച്ചി. എത്ര ട്രൈ ചെയ്താലും അവിടെ എനിക്കൊരു വരാൻ മെസ്സേജ് അയക്കൂ, നമുക്ക് ആക്സസ് മീൻസ് നാളെ സംസാരിക്കാം. ഓക്കെ, എനിക്ക് നിങ്ങളുടെ പ്രയാസങ്ങളല്ല ആക്ച്വലി ഒരു മനുഷ്യന്റെയും പ്രയാസം മറ്റൊരു വ്യക്തിക്ക് ഒരു താൽക്കാലിക ആശ്വാസത്തിനപ്പുറം നിരന്തരമായ ഒരു ആശ്വാസം നൽകാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു മനുഷ്യനും ഒന്നുകൊണ്ടും തൃപ്തരാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ എപ്പോഴും ആനന്ദത്തിലായിരിക്കാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാം, ഓക്കെ അത് എന്റെ അടുത്തോട്ട് എത്തുമ്പോഴത്തേക്കും. പക്ഷേ ചേച്ചി തൽക്കാലം എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടിരുന്നാൽ മതി. ഓക്കെ, ഓക്കെ ചേച്ചി. താങ്ക് യു. എല്ലാവരും സ്വസ്ഥമായി ശാന്തരായി കണ്ണുകൾ അടച്ച് നമ്മുടെ ശരീരങ്ങൾക്കുള്ളിൽ മനസ്സിനുള്ളിൽ ഒരു ദീപം ഇങ്ങനെ പ്രകാശിക്കുന്നതായി സങ്കല്പിക്കുക. ആ പ്രകാശം എല്ലാ കോശങ്ങളിലേക്കും നിറയുന്നതായി സങ്കല്പിക്കുക. ശരീരം മുഴുവൻ നിറയുന്നതായി, സകല കോശങ്ങളിലേക്കും വ്യാപിക്കുന്നതായി സങ്കല്പിക്കുക. ശരീരം മുഴുവൻ പ്രകാശിച്ചു നിൽക്കുന്നതായി സങ്കല്പിക്കുക. നമ്മൾ ഇരിക്കുന്ന മുറി മുഴുവൻ ആ പ്രകാശം വ്യാപിക്കുന്നതായി സങ്കല്പിക്കുക. നമ്മൾ ഇരിക്കുന്ന ഭവനം, നമ്മളായിരിക്കുന്ന സ്ഥലം മുഴുവൻ ആ പ്രകാശം വ്യാപിപ്പിക്കുക. കൂടുതൽ തിളക്കത്തോടുകൂടി നമ്മൾ ഇരിക്കുന്ന സ്ഥലം മുഴുവൻ, ദേശം മുഴുവൻ വ്യാപിക്കട്ടെ. ആ പ്രകാശം വ്യാപിച്ച് കേരളം മുഴുവൻ, നിങ്ങൾ ഏത് രാജ്യത്തായിരിക്കുന്നു ആ രാജ്യം മുഴുവൻ വ്യാപിക്കട്ടെ. പരിപൂർണമായി വ്യാപിച്ച് സർവദേശങ്ങളിലും ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ച് ഭൂമി മുഴുവൻ ആ പ്രകാശം നിറയുന്നതായി സങ്കല്പിക്കുക. സർവജീവജാലങ്ങളിലേക്കും പകരുന്നതായും നക്ഷത്രങ്ങളിലേക്കും ഭൂമിയുടെ പുറത്തേക്കും ആ പ്രകാശം ഇങ്ങനെ പ്രകാശിക്കുന്നതായി സങ്കല്പിക്കുക. കൂടുതൽ തിളക്കത്തോടുകൂടിയ പ്രകാശം ഇങ്ങനെ നിറയുന്നതായി അനേകം ഗ്രഹങ്ങളിലേക്ക് പ്രകാശിക്കുന്നതായി സങ്കല്പിക്കുക. നാം അറിയുന്നതും നാം കേട്ടിട്ടുള്ളതും നാം ഇതുവരെ കേട്ടിട്ടില്ലാത്തതുമായ, നമുക്കറിവില്ലാത്തതുമായ, ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്തതുമായ സകല ഭൂഖണ്ഡങ്ങളിൽ, സകല ഗ്രഹങ്ങളിലേക്ക് പ്രകാശം വ്യാപിക്കുന്നതായി സങ്കല്പിക്കുക. ആ ദിവ്യ പ്രകാശത്തിൽ പരിപൂർണമായി ലയിച്ചിരുന്നു കൊണ്ട് വളരെ സന്തോഷത്തോടും ഹാപ്പി ആയിട്ട് സമാധാനത്തോടു കൂടി പതിയെ കണ്ണുകൾ. താങ്ക് യു മാം. താങ്ക് യു യൂണിവേഴ്സ്. Thank you all. Thank you. Thank you, ma'am. Thank you. Thank you. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you very much. Thank you. Thank you, ma'am. Thank you, dear all. Thank you so much. Thank you. Thank you. Thank you. Thank you so much.